പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയൊന്നും മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ എന്റെ വീട്ടിൽ ഞാനിങ്ങനെ ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ച് തിരിച്ചതൊരു പെൺകുട്ടിയായി മാറുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോയില്ല. അതേപോലെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അങ്ങനെ ജനിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? കൊന്നുകളയോ? യെസ്, ആ ലാസ്റ്റ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. എന്ത് ചെയ്യും? കൊന്നുകളയോ? നിങ്ങളുടെ വീട്ടിൽ ഒരാൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കൊന്നുകളയോ? കൊന്നുകളയെന്ന് പറയണ എത്ര പേരുണ്ടെന്ന് കേൾക്കുന്നവര്. നമ്മൾ ഓരോരുത്തരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചൂണ്ടുവരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ ബാക്കി മൂന്നെണ്ണം നമ്മുടെ മേൽക്കാണെന്ന് ആലോചിക്കുക. നാളെ നമ്മുടെ വീട്ടിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആ ദീപ്തി പറഞ്ഞോടാണ് എനിക്കൊരു സെന്റിമെന്റൽ ആയത്. കാരണം അവരുടെ ഉള്ളിലും അപ്പൊ ഉണ്ട് എന്താണ് ആ ഒരു ജീവിതത്തിൽ അവരനുഭവിച്ച യാതനകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പുള്ളിക്കാരി പറഞ്ഞത് അല്ലെ. ലോകത്ത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം അവർ പറഞ്ഞില്ല. കാരണം അവരുടെ ജന്മം കൊണ്ട് അവർ അനുഭവിച്ച അവർ പോയ വഴികൾ അവർ താണ്ടിയ യാതനകൾ യാത്രകൾ ഒക്കെ വളരെ ദുഷ്കരം പിടിച്ച് തന്നെയായിരുന്നു. അവർക്ക് നല്ല ബോധമുണ്ട്. കാരണം ഒരു ശരീരത്തിൽ രണ്ട് മനസ്സായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ ആ ഒരു വികാരം അത് ഭയങ്കരമാണെന്ന് നാളെ ജാസി ഒരു വീഡിയോയിൽ ഇരുന്ന് കരഞ്ഞു പറയണ്ടായിരുന്നു. ഇനി അടുത്ത ജന്മത്തിൽ എന്നൊന്നിലാണ് അല്ലെങ്കിൽ പെണ്ണ്, ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ തന്നെ ആക്കല്ലേ എന്ന് പറഞ്ഞത്. അപ്പൊ ദീപ്തിയും പറഞ്ഞതിനോട് അത് കേൾക്കുമ്പോൾ എവിടെയൊക്കെ ഒരു നൊമ്പരം ഉണ്ടാവുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ കുത്തുമ്പോൾ ഒന്ന് ആലോചിക്കണം. നാളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ആയിക്കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കാനേ രക്ഷയുള്ളൂ, ഒന്നും ചെയ്യാനില്ല അല്ലെ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വെറുതെ വിടാം, അവരുടെ വഴിക്ക് അങ്ങോട്ട് വിടാൻ നോക്കാം.